നീ സ്വയം പ്രൊട്ടക്റ്റഡ് ആകുക എന്നുള്ളതാണ് ആവശ്യം. പിശാച് ഇറങ്ങിക്കളിക്കെന്നെയും ഇജ് പ്രൊട്ടക്ഷൻ ചെയ്യണം, നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതില്ലെങ്കിൽ നിന്റെ നഫ്സ് പൊളിഞ്ഞു. അപ്പം നിന്റെ നഫ്സിനെ മാത്രമേ ഇജ് ശ്രദ്ധിക്കണ്ടുള്ളൂ, ശൈത്താനെ കുറ്റം പറയണ്ട. ശൈത്താൻ്റെ ഡ്യൂട്ടിയാണ്. റബ്ബി അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ. ആളുകൾ അള്ളാഹുവിന്റെ മഹ്ശറിൽ എത്തുന്നവരെ ആളുകളെ സുയിപ്പാക്കാൻ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചോ, ആയിക്കോട്ടെ, എന്നെ വിട്ടുവെച്ച് ചെയ്തോ. വലാ തജിദു അക്സറഹും ശാകിരീൻ. ഭൂരിപക്ഷം ആളുകളെയും നിനക്ക് നന്ദി ചെയ്യാൻ ഞാൻ വിടൂല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് ഒന്നും തിരിച്ചു പറഞ്ഞല്ലോ. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. സ്വയം പ്രൊട്ടക്ഷൻ ചെയ്ത ആളുകൾക്ക് ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയൂല. അതാണല്ലോ ഇബാദ്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എൻ്റെ അടിമകളിൽ നഫ്സിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ടവരെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. അല്ലാത്തവര് സുഖിച്ചും ഭോഗിച്ചും നടന്നവർ അങ്ങനെ നടന്നോട്ടെ. വളരെ ചിന്തിക്കണം, എല്ലാം തല കൊടുത്ത് ചിന്തിക്കണം. ഐഹികമായ സൗകര്യങ്ങൾ, പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ, പലതരത്തിലുള്ള പാനീയങ്ങൾ, അതിമനോഹരമായ വീടുകൾ, സൗകര്യങ്ങൾ, നമ്മൾ താമസിക്കുന്ന, നമ്മൾ കിടക്കുന്ന കട്ടിലിന് നമ്മൾ ഏർപ്പെടുത്തുന്ന സുഖ സൗകര്യങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ കുറ്റായി പറഞ്ഞത്. അത് ഹലാലല്ലേ? ഒക്കെ ഹലാലാണ്, പക്ഷെ പരിധി വിട്ട്. ഇന്നും കാനു ഖബല ദാലിക മുതറഫീൻ. നമുക്കത് മതിയാകണില്ല. എന്തും പുതിയ 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 ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെ കട്ടിൽമ പുതിയ 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 എന്ത് ചെയ്യുക? ചില കട്ടിൽമേലുണ്ട് കട്ടിലിൻ്റെ ചില കട്ടിൽ, ആ കട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് നല്ല കണ്ണാടി വെക്കും. അതായത് ഭാര്യയും ഭർത്താവ് കിടക്കുന്നത് അവരെന്നെ കാണും. അങ്ങനത്തെ കട്ടിലുകളുണ്ട്. ഗൾഫിൽ സർവ്വസാധാരണം, ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അതായത് വലിയ രാജധാനി കട്ടിൽ. ആ കട്ടിലിന് 2 ചെടി ഉണ്ടാവുമല്ലോ, ഒന്ന് താഴ്ന്നു നിൽക്കുന്നത്, ഒന്ന് പൊങ്ങിക്കണം. അപ്പോൾ ആ പൊങ്ങി നിൽക്കുന്ന അവിടെ കംപ്ലീറ്റ് എന്ത്? കണ്ണാടി. അവരുടെ നഗ്നത കാണും. അവരെ ആസ്വദിക്കും. അവിടെ ജിമായി ചെയ്യുകയാണെങ്കിൽ ആ ജിമായിനെ അവരെന്നെ കാണും. അവൻ്റെ നഗ്നത അവൻ തന്നെ കാണും, അവളുടെ നഗ്നത അവൾ തന്നെ കാണും. കണ്ണാടി. അങ്ങനത്തെ കട്ടിൽ കണ്ടിട്ടില്ല? അങ്ങനത്തെ കട്ടിലുണ്ട്. ഗൾഫിലൊക്കെ സർവ്വസാധാരണമാണ്, നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എന്തും നമുക്ക് മതിയാണില്ല. റൂമിൽ വലിയ ആൾ കണ്ണാടി പിടിപ്പിച്ച റൂം ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ആൾ കണ്ണാടി പിടിപ്പിച്ച റൂമുകൾ. അവിടെ കിടക്കുന്ന എനിക്ക് അവരെന്നെ കാണും. അവരവിടെ ചെയ്യുന്നത് അവർക്ക് തന്നെ കാണാം. നമുക്ക് മതിയാവാതിരിക്കുക എന്നത് ഹലാലല്ലേ? ഹലാലെന്നെ, പക്ഷെ പരിധി വിടുക. അപ്പോൾ നീലച്ചിത്രം കാണുന്ന സുഖം അവർക്ക് അവരുടെ ചെയ്തികളിൽ നിന്ന് അവർക്ക് തന്നെ കാണുക. അങ്ങനത്തെ സൗകര്യങ്ങൾ, ഇതൊക്കെ ഒന്നും അല്ല ആവില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഒന്നും ആവില്ല. മനസ്സിലാവണില്ലേ? ഇത് ഇന്നലത്തെ ക്ലാസ് മനസ്സിലാക്കണം. ഞാനിപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളോട് പിന്നെ റൂഹുൽ ബയാൻ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ റൂഹുൽ ബയാൻ അടുത്ത ആയത്തിൻ്റെ തഫ്സീർ അടുത്ത കാലത്തൊന്നും നോക്കിയിട്ടില്ല. പക്ഷെ എനിക്കറിയാതെ അവിടെ അങ്ങനെ പറയുന്നു. അത് നിങ്ങളോട് കൊണ്ടുവരാൻ പറഞ്ഞ കൃത്യം. ഇന്നഹും നിങ്ങളെ ക്ലാസ്സിലുണ്ട്, ഇന്നലെ കണ്ടു. ഇന്നഹും കാനു ഖബല ദാലിക മുതറഫീൻ. നമ്മളെപ്പോഴും ഓതുന്ന ആയത്തല്ലേ അത്. അവരെ ആസ്വാദകരായിരുന്നു എന്നാണ് അവിടെ അർത്ഥം കൊടുത്തിരിക്കുകയാണ്. കാനു മുതനഇമീന, അവരെ ആസ്വദിക്കുന്ന അവരായിരുന്നു. ബി നിഅമിദ് ദുനിയ, ദുനിയാവിൻ്റെ പലതരം, ബി അൻവാഇ നിഅമി, അങ്ങനെയാണ് പലതരം നിഅമത്തുകൾ കൊണ്ട് ആസ്വദിച്ചവരായിരുന്നു ദുനിയാവിൽ. മിനൽ മആക്കിലി, പലതരം ഭക്ഷണങ്ങൾ, വൽ മശാരിബി, പലതരം കുടിപാനീയങ്ങൾ, വൽ മസാക്കിന് ത്വയ്യിബത്തി, ഉന്നതമായ വീടുകൾ, വൽ മഖാമാത്തിൽ കരീമ, ആദരിക്കപ്പെടാവുന്ന സ്ഥാനങ്ങൾ. അതെന്തിലാണെങ്കിലും, സ്ഥാനമാനം പൊതു സദസ്സിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും വലിയ സൗകര്യങ്ങൾ, എല്ലാം വലിയ വലിയ സൗകര്യങ്ങൾ. കാനുയത്തനഅമൂന, അതന്നെ. പിന്നെ വക്കാനു യസ്സിറൂന അലൽ ഹിൻസിൽ അളീം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ കുറ്റം ചെയ്യാൻ മടി ഉണ്ടാവില്ല. അതിലൊക്കെ വീണു പോവും.
ഇങ്ങനെ തന്നെ ഇതന്നെ. ഇപ്പം നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ആസ്വാദനത്തിൻ്റെ ഇപ്പം നമ്മൾ എ സി വെച്ച മുറിയിൽ കടന്നുറങ്ങുന്നു, എ സി വെച്ച വണ്ടിയിൽ യാത്ര ചെയ്യുന്നു. ഫിറൗനുണ്ടോ? ഫിറൗൻ അങ്ങനെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഫിറൗൻ യാത്ര ചെയ്യുന്നത് പച്ചപ്പകലിൽ നട്ടുച്ച നേരത്തെ കുതിരപ്പുറത്ത് പോകല്ലേ, ഇല്ല വെയിലും ചൂടും ഒക്കെ കൊണ്ടിട്ട്. ഇന്നോക്കാനമിനൽ മുസ്രിഫീൻ, അവൻ അതിര് വിട്ട് സുഖിച്ച ആളുമാണ് ഈ വെയിലത്ത് ഒട്ടകപ്പുറത്ത് പോയവന്. അപ്പം നമ്മളോ? കയറുന്നോളി. അപ്പം നമ്മൾ ഇതൊക്കെ ചിന്തിക്കണം, നമ്മളെ അവസ്ഥകൾ. ഇതൊക്കെ തെറ്റാണോ? തെറ്റല്ല, തെറ്റൊന്നുമല്ല. പക്ഷെ നെഫ്സിനെ അവിടെ നന്നാക്കിയെടുക്കാൻ നമുക്ക് കഴിയില്ല. നെഫ്സാണ് കള്ളൻ എന്ന് നെഫ്സാണ് കള്ളൻ എന്നത് ഈ കൊല്ലത്തെ ക്ലാസ്സിൽ മർമ്മപ്പെട്ട ക്ലാസ് അതാണ്. ഇതുവരെ കഴിഞ്ഞ പോയ ക്ലാസ്സിൽ ഏറ്റവും വലിയ ക്ലാസ് പിശാചല്ല, യഥാർത്ഥ കള്ളൻ ആരാണ്? നെഫ്സാണ്. നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഇപ്പം നാട്ടുകാരെ മുഴുവൻ ഉപദ്രവിച്ച് നരകത്തിലേക്ക് ആക്കുന്നത് ശൈത്താനാണെങ്കിൽ അമ്പിയാക്കന്മാർ വന്നിട്ട് ശൈത്താനെ പിടിച്ച് കെട്ടുക, കൊല്ലുക. അങ്ങനെയാണ് ചെയ്താൽ ജനങ്ങൾ രക്ഷപ്പെടില്ലേ? അങ്ങനെ നബി ചെയ്തു? ഒരു നബിയും ചെയ്തില്ലല്ലോ. ഇപ്പം പഴയകാലത്ത് ഒടിയന്മാർ വരാതിരിക്കാൻ വേണ്ടി പീച്ചാങ്കത്തി എന്ത് ചെയ്തു? ഒടിയൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കളം വരച്ചിട്ട് പീച്ചാങ്കത്തി കുത്തിവെക്കും. അങ്ങനെ ചില ആളുകളുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? അപ്പോൾ ഒരു നബി വന്നിട്ട് നബി എന്ത് ചെയ്യുക? ഒരു പീച്ചാങ്കട്ടി എടുത്താണ്ട് ആ നാട്ടിൽ മൊത്തം അങ്ങോട്ട് റൗണ്ടാക്കി കുത്തിരി നാടുകളോട് കുത്തുക. നീ ഈ നാട്ടിൽ നീ ചെയ്താൻ വരാൻ പാടില്ല. അങ്ങനെ നബി ചെയ്തോ? ഇല്ല. ശൈത്താൻ ഇന്ന ശൈത്താൻ എജിരിമിൻ ദിമിനി അതോ മജറദ്ദമിൻ. ശൈത്താൻ നടക്കുന്നത് ശൈത്താൻ നടക്കുന്നയും. ഒരു നബിയും ശൈത്താനെ ഒരു കളം വരച്ച് കുത്തിയിട്ടില്ല. പിന്നെ എന്തേ നബി ചെയ്ത്? അവനവൻ്റെ നെഫ്സിനെ ശുദ്ധിയാക്കുക, അവനവൻ്റെ നെഫ്സിന് സ്വയം പ്രതിരോധിക്കാനുള്ള കരുത്തനുണ്ടാകുക. അങ്ങനെ ഇപ്പം ധ്രുവപ്രദേശത്ത് പോയിട്ട് തണുപ്പ് വരാതിരിക്കാനുള്ള ഒരു മറുണ്ടാക്കാൻ നമുക്ക് കഴിയൂല. തണുപ്പിന് തണുപ്പും ചൂടിന് ചൂടും വരും. അതിനനുസരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ തടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല? തണുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സർക്കാർ ഒരു പ്രത്യേക സാധനം ഉണ്ടാക്കുമോ? ഇല്ല. ഒരു കൊല്ലം തണുപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കാൻ സർക്കാരിന് കഴിയില്ല. അത് ചെയ്യാനും കഴിയൂല. തണുപ്പിന് കാലത്ത് തണുപ്പ് വരും, അതിന് പ്രൊട്ടക്ഷൻ ചെയ്യണം. ചൂടിൻ്റെ കാലത്ത് ചൂട് വരും, അതിന് പ്രൊട്ടക്ഷൻ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ വരുമെന്ന കാര്യം ഉറപ്പാണ്. നീയെ സ്വയം പ്രൊട്ടക്റ്റഡ് ആകുക എന്നുള്ളതാണ് ആവശ്യം. പിശാച് ഇറങ്ങിക്കളിക്കെന്നെയും ഇജ് പ്രൊട്ടക്ഷൻ ചെയ്യണം. നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതില്ലെങ്കിൽ നിന്റെ നെഫ്സ് പൊളിഞ്ഞു. അപ്പം നിന്റെ നെഫ്സിനെ മാത്രമേ ശ്രദ്ധിക്കണ്ടുള്ളൂ. ചൈത്താനെ കുറ്റം പറയണ്ട. ചൈത്താൻ്റെ ഡ്യൂട്ടിയാണ്. റബ്ബി അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ. ആളുകൾ അള്ളാഹുവിന്റെ മഹ്ശറിൽ എത്തുന്നവരെ ആളുകളെ സ്വീപ്പാക്കാൻ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചോ? ആയിക്കോട്ടെ, എനക്ക് വിട്ടുവെച്ച് ചെയ്തോ. വലാ തജിദു അക്സറഹും ശാകിരീൻ. ഭൂരിപക്ഷം ആളുകളെയും നിനക്ക് നന്ദി ചെയ്യാൻ ഞാൻ വിടൂല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് ഒന്നും തിരിച്ചു പറഞ്ഞില്ലോ. പിന്നെ ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. സ്വയം പ്രൊട്ടക്ഷൻ ചെയ്ത ആളുകൾക്ക് ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയൂല. അതാണല്ലോ ഇബാദ്. പിന്നെ ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എൻ്റെ അടിമകളിൽ നെഫ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ടവരെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. അല്ലാത്തൊരു സുഖിച്ചും ഭോഗിച്ചും നടന്നവർ അങ്ങനെ നടന്നോട്ടെ. വളരെ ചിന്തിക്കണം, എല്ലാം തല കൊടുത്ത് ചിന്തിക്കണം. അപ്പോൾ ക്ലാസ്സുകൾ കൃത്യമായി കേൾക്കണം, അത് മനസ്സിലാക്കണം. വീണ്ടും വീണ്ടും കേൾക്കേണ്ടത് വീണ്ടും വീണ്ടും കേൾക്കണം. എല്ലാം നമ്മൾ ചിന്തിക്കണം. ഞാൻ മൊത്തത്തിൽ ഇന്നലത്തെ 2 ക്ലാസ്സുകൾക്ക് നമ്മളൊരു ഉത്തരം കണ്ടെത്തുകയാണ്. ഇന്നലത്തെ 2 ക്ലാസ്സിൽ എന്താണ് ഉത്തരം? ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കാരം നോമ്പൊന്നുമല്ല. ദീൻ എന്നാൽ നിയന്ത്രണമാണ്. അതാണ് ടോട്ടലൈസ്, അല്ലേ? ദി ടോട്ടൽ ഓഫ് ഇന്നലത്തെ മിഞ്ഞാത്തെ ക്ലാസ്സിൻ്റെ ടോട്ടൽ എന്താ? വാട്ട്സ് എൻ്റെ ദീൻ എന്താണ്? ദീൻ എന്നാൽ എന്താണ്? ഒരു നിയന്ത്രണമാണ്. നീ നിയന്ത്രിക്കാൻ പിടിക്കുക.
ഹറാമിലേക്ക് നോക്കുന്നത് കണ്ണ് ചൂന്ന് വലിച്ചെറിയ, അതല്ല, അതൊന്നുമല്ല. ഒരു പെണ്ണിന് സൗന്ദര്യം ഉണ്ടെങ്കിൽ ആ പെണ്ണിന് സൗന്ദര്യം വേറെ ആൾ കാണുന്നത് ഓളതിനെ കുത്തിക്കേറി നാശാക്കുക, അതല്ല. അത് ആവശ്യമുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കണം. അതോളം ഭർത്താവിനെ കാണേണ്ടതാണ്. അപ്പം എന്ത് ചെയ്യണം? അങ്ങനെയാണല്ലേ നമ്മളൊരു സാധനം നമ്മൾ മറച്ചു പിടിച്ചാണ് കൊണ്ടുപോയി അതിൻ്റെ ആവശ്യക്കാർക്ക് കൊടുക്കും. അതുവരെ ഇത് മറച്ചുകൊണ്ട് പോകണം. എല്ലാ കാര്യം അങ്ങനെയല്ലേ. ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് എൻ്റെ വസ്ത്രം അലക്കിയിട്ട് മുകൾ വലക്ക് വസ്ത്രം ഇടുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട്. അപ്പം ഇന്ന് രാവിലെ ഞാൻ സുബഹി നിസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ നേരമ്പോഴത്തേക്ക് നിങ്ങൾ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്തു എന്നാൽ ആ വസ്ത്രമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അതെല്ലാം എടുത്ത് ഞാനത് മടക്കി കൊണ്ടുപോയി എൻ്റെ അലമാരിയിൽ വെച്ചു. എന്തിനാ അത് അലമാരി കൊണ്ടു വെക്കണം? അത് അതിന് ഇനി അലമാരി കൊണ്ട് വെച്ചാൽ പൊടി പറ്റും. 5 ദിവസം 10 ദിവസം അവിടെ കിടന്നാൽ പിന്നെ അത് അലക്കാത്തതുപോലെയാവും, പൊടി വരും, സ്വാഭാവികമായി പൊടി ഉണ്ടാവും. അത് ഞാൻ മടക്കി കൃത്യമാക്കി അലമാരി കൊണ്ട് വെച്ചു. എന്ത് അത് അവിടെ കൊണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പൊടി പുരളും, നാശാവും. ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം ഓളത് കുത്തിക്കീറി നാശാക്കണ്ട, അത് വേറുള്ളത് നോക്കാൻ പാടില്ല. അപ്പോൾ അത് പൊതിഞ്ഞുകൊണ്ട് കിടക്കണം, അതിൻ്റെ ആവശ്യക്കാർക്ക് ഇത് കാണാം, അത് പ്രശ്നമില്ല. അപ്പോൾ ഒരു പെണ്ണിൻ്റെ മുഖം കുത്തിക്കീറാൻ അമ്പിയാക്കൾ പറഞ്ഞോ ഇല്ല, അത് ഓള ആവശ്യക്കാർക്ക് കൊടുക്കണം, അത് വിലയുള്ള സാധനമാണ്. എല്ലാം അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കണം. നിയന്ത്രണമല്ലേ ദീനില്ല. ദീനം നമസ്കാരം നോമ്പൊന്നുമില്ല, അതൊന്നുമല്ല ദീന്. ദീനെന്ന് പറഞ്ഞാൽ എന്താണ്? ദീനാണ് നിയന്ത്രണം. ഇപ്പം സഹാബികൾ എന്ന് പറഞ്ഞാൽ ചില റിവായത്തുകളിൽ കാണാം, നമ്മളെ പിൻഗാമികളെക്കാൾ കൂടുതൽ അമലിൽ അവർ കുറഞ്ഞവരാ. പിൻഗാമികളെക്കാൾ അമലിൽ കുറഞ്ഞവരാ. 5 നിസ്കരിക്കും, 5 റവാത്തി നിസ്കരിക്കും, പിന്നെ പണിയെടുക്കും, കൃഷിപ്പണി. നമുക്ക് പണിയില്ല, അപ്പം നമുക്ക് മജ്‌ലിസുന്നൂറ് മറ്റേത് മറിച്ച് ഇങ്ങനെ പലതുണ്ട്. അവർക്ക് മജ്‌ലിസുന്നൂറുണ്ട്. നിങ്ങൾ തല കൊടുത്ത് അതൊക്കെ നല്ലതല്ലേ, നല്ലതാണ്. നമ്മളിതൊക്കെ ഉണ്ട്, പക്ഷെ നിയന്ത്രണമില്ല. അവർക്ക് ഇതൊന്നുമില്ല, പക്ഷെ നിയന്ത്രണമുണ്ട്. ഞാനിതിന് നിങ്ങൾ വസ്തുത പഠിക്കണം, ചിന്തിക്കണം. അതൊക്കെ നല്ലതല്ലേ? 100% നല്ലതാണ്. അസ്മാ ബദർ ചെല്ലുന്നാലേ 100% നല്ലതാണ്, 100% നല്ലതാണ്. പക്ഷെ ആദ്യകാലക്കാരായ ആളുകൾക്ക് അതൊന്നുമില്ല. അവരഞ്ചോ തസ്കരിക്കും, നോമ്പ് വിൽക്കും, പിന്നെ പണിക്കും. അങ്ങനെ റസൂല വിളിച്ചോത്തേക്ക് പാഞ്ഞു വരും, സിദ്ദീഖ് തങ്ങൾ വിളിച്ചോത്തേക്ക് പാഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് വിളിച്ചോത്തേക്ക് ഓടി വരും. അത്ര തന്നെ. ബാക്കിയൊരു പണിയെടുക്കും, കാര്യമായി പണിയെടുക്കും. പക്ഷെ അവർക്ക് എന്തുണ്ട്? നിയന്ത്രിക്കും. ഭാര്യയുടെ കൂടെ കിടക്കുന്ന നേരത്തെ റസൂല വിളിച്ചാൽ പാഞ്ഞു. അതുകൊണ്ടല്ല സ്വഹാബി ഷഹീദായപ്പോൾ മലക്കുകൾ കുളിപ്പിച്ച് ഭാര്യയുടെ അടുത്തുനിന്നും എണീറ്റിട്ട് ഓടുക. റസൂല വിളിച്ചു, ഇനി അവിടെ 1 മിനിറ്റ് നേരം മുകളിൽ പാഞ്ഞ്. ഷഹീദായപ്പോൾ മലക്കളെ ഒപ്പിച്ച്. സത്യത്തിൽ ഷഹീദിന് കുളിയില്ല, ഷഹീദിന് അങ്ങനെ മറവ് ചെയ്യണം. പക്ഷേ ഈ സഹാബിയെ കുളിപ്പിച്ചു. ആരാ കുളിപ്പിച്ച്? മലക്കൾ കുളിപ്പിച്ചു, മനുഷ്യന്മാർ കുളിപ്പിച്ചിട്ടില്ല. എന്തേ? കാരണം ഭാര്യനെ പറഞ്ഞു ജനാപത്തിലാണ് ഓടിയത്. അപ്പം അവർക്ക് എന്ത് നിയന്ത്രിക്കാൻ കഴിയും? വിളിച്ച വിളിപ്പുറത്താണ്. വേണ്ട, കള്ള് പറ്റൂല. കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് കള്ള് വീർപ്പ ചവിട്ടി പൊട്ടിക്കണത്. കള്ള് കുടിച്ചുകൊണ്ട് നിയന്ത്രണം അവർക്ക് നിയന്ത്രിക്കാൻ കഴിയും. ദീന നിയന്ത്രണമാണ്. ഇന്ന് നമുക്ക് എല്ലാം ഉണ്ട്, എന്തില്ല? നിയന്ത്രണമല്ല, ഒന്നിനും നിയന്ത്രണമില്ല. അതാണ് ദീന കഴിയുന്നു ഈ നിർണ്ണയം. അള്ളാഹുത്തന്നെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിഷയം ഓരോന്നും പറയുമ്പോൾ ആ വിഷയങ്ങൾ പഠിക്കണം, നല്ലോണം പഠിക്കണം. ഇനി നമ്മൾ ഈ കൊല്ലത്തൊരു വിഷയമാണ് ദുന്യാവ് ആഖിറം, ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. ദുന്യാവിനെ കുറിച്ചുള്ള ആയത്തുകളും ആഖിറത്തിനെ പറ്റിയുള്ള ആയത്തുകളും കമ്പയർ ചെയ്യുക. ഇക്കൊല്ലത്തൊരു പഠനം ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വരും. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. ദുന്യാവിൻ്റെ ആയത്തെടുത്തൊക്കെ ആഖിറത്തിൻ്റെ ആയത്തെടുത്തൊക്കെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. അതിന് മനുഷ്യന്മാർക്ക് ഒരു പാഠം മനസ്സിലായാൽ മനുഷ്യൻ പേച്ചു പോയിട്ടെന്ന് മനസ്സിലാവും. പേച്ചു, എല്ലാവർക്കും പേച്ചു.
ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി അല്ല. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ പ്രാവശ്യം ഒരുക്കാൻ ഇത് അഗ്നിയാ ഫുഖറ. അതിനിടയിൽ എന്താണ് ഈ അഗ്നിയാ ഫുഖറയിനോട് അനുവർത്തിക്കേണ്ട നിലപാട്, എന്ത് ആ വിഷയത്തിലുള്ള ആയത്തുകൾ ഹദീസുകൾ പരിശോധിക്കുക. മിസ്കിന്മാരോട് എങ്ങനെ നിൽക്കണം, മുലാൽമാരോട് എങ്ങനെ നിൽക്കണം, എന്താണ് ദീനിൻ്റെ നിലപാട്, ഇപ്പം നമ്മളെ നിലപാട് എന്താണ്, അത് നമ്മൾ ദീനിലല്ല നമുക്ക് മനസ്സിലാവും. നിസ്കാരം മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അൽ ഹുദ. ദീനിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട വിഭാഗമാണ് ഫുഖറ മസാക്കീൻ. അവർക്കൊന്നും ഒരു വിലയില്ല. ദീനിൽ തീരെ ആദരവില്ലാത്ത ജനതയാണ് അഗ്നിയാവ്. അവരെ ഇന്ന് പ്രശംസിക്കുന്നതിന് കയ്യും കണക്കില്ല. അത് നഷ്ടമാണ്, അത് നാശമാണ്, ദീനല്ല. ദീനിൽ പ്രശംസ എന്നത് മുതലാളിക്കല്ല, ആർക്കാണ്? ഫക്കീറിനാണ്, മിസ്കീനാണ്. ഒരു സദസ്സിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് ആരെയാണ്? ഫക്കീർ മിസ്കീന്മാരെയാണ്. അഗ്നിയായന് എന്താദരവ്? മുലാര് അഗ്നിയായന് എന്താദരവ്? ഓരെന്തിനാ പ്രശംസിക്കുന്നത്? ഓരാര്? നമ്മ പഠിക്കണം. നമ്മൾക്ക് പേച്ചു പോയി, അത് നമ്മൾ മനസ്സിലാക്കണം. ചിന്തിക്കുക, ഭയങ്കര നഷ്ടം. ദീൻ നമുക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് ഈ നിസ്കാരം നോമ്പുണ്ടാവും, മസാജിദ് ആമിറ, പള്ളി ഉണ്ടാവും, പള്ളിൻ്റെ നിസ്കാരം ഉണ്ടാവുമല്ലോ. പള്ളി ഉണ്ടെങ്കിൽ നിസ്കാരം ഉണ്ടാവും. കാരണം പള്ളിയിൽ ഉണ്ടെങ്കിൽ നിസ്കാരം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആ വിഭാഗം ആക്ഷേപിക്കപ്പെടും. ഇപ്പം നമ്മളെ ഓരോ വിഭാഗത്തിൻ്റെ അല്ലേ പള്ളി ഇപ്പോൾ ഒറ്റക്കില്ല എല്ലാവർക്കും. അള്ളാഹ്ക്കായിട്ടൊരു പള്ളി ഇപ്പോൾ ദുനിയാവിൽ എവിടെയില്ല, ഓരോ പാർട്ടിയുടെ പള്ളിയാണ് അല്ലേ? അത് പറയും, അള്ളാഹിൻ്റെ പള്ളി ഇപ്പോൾ നാട്ടിലില്ലല്ലോ, പാർട്ടിക്കാരുടെ പള്ളിയാണ്. ഒരു പള്ളിയിൽ നിസ്കാരം നടക്കണില്ലെങ്കിൽ പിറ്റേന്ന് അത് സോഷ്യൽ മീഡിയയിൽ വരും. ഇതാ ആ കൂട്ടത്തിൽ പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ നിസ്കരിക്കാൻ ആളില്ല. അപ്പോൾ ഓലെ പറ്റി കുറ്റം, ഓല അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഓലല്ലെങ്കിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വെറുതെ പള്ളി അറ്റുന്നോലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു കൂലി പൈസ കൊടുത്തിട്ടെങ്കിലും അവിടെ എന്ത് നടത്തും? നിസ്കരിക്കാൻ ആളെ കൂട്ടൂല. ജുമാക്ക് വലിയ ജുമായത്തോളി ഉണ്ടാക്കിയിട്ട് ആളില്ലെങ്കിൽ നാട്ടുകാരാകെ പറയില്ല. അല്ലെങ്കിൽ പിന്നെ ഏതോ 25 കിലോമീറ്റർ അപ്പുള്ള കാടൊക്കെ ആണെങ്കിൽ തിരക്കടില്ല. ജുമാക്ക് ബിരിയാണി എടുക്കുക. അപ്പം മസാജിദ് ആമിറ, അപ്പോൾ പള്ളിയുണ്ട്, നിസ്കാരമുണ്ട്, മറത്തുണ്ട്, അൽക്കഫുണ്ട്, ഒക്കെ ഉണ്ട്. ദീനില്ല. നമ്മൾ ഇതൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കണം. അതിന് പണിയാണ്. അപ്പം നിങ്ങളോട് പറയൽ തുടങ്ങിയിട്ട് എത്ര ദിവസം എന്താ ക്ലാസ് എടുക്കാത്ത? പണിയാണ്. പഠിച്ചത് എവിടെ ഒരു അങ്ങനെ കിതാബും കിട്ടാല്ല. ഇപ്പം പഠിക്കുക, മുസാഫ് ഓങ്കി പഠിക്കുക, കമ്പാരിറ്റീവ് സ്റ്റഡി. ദുനിയാവും ആഹ്റവും കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. ഒരു ദിവസം കൊണ്ട് കഴിയൂല. പണിയാണ്, ഗവേഷണ. എവിടെയെങ്കിലും ഒരു ഗവേഷണം നടത്തുമ്പോൾ മനുഷ്യന്മാർ സ്വാഭാവികമായിട്ട് തെറ്റുമല്ലോ. തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച നിങ്ങൾ എന്നെ പഞ്ഞിക്കിടും, കേരളം മുഴുവനും. നല്ലൊരു മനുഷ്യൻ ഗവേഷണം നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഗവേഷണം അത് നന്മല്ലേ? എന്നാൽ പഞ്ഞിക്കൊന്നും കേട്ടോ, ബേജാറാണ്ട. ഞാൻ ഇതിനൊന്നും വീണു പോവില്ല, ബേജാറാണ്ട. ഞാനൊന്ന് ലേശം താഴത്ത് കറക്കി വെക്കും, പിന്നെയും പൊന്തിച്ചോട്ടു. ഐഷാവിൻ്റെ പ്രശ്നം തീർന്നിട്ടില്ല. തീർന്ന് നിങ്ങൾ വിചാരിക്കാനോ വേണ്ട, ഞങ്ങളൊക്കെ ഒരു ആശ്വാസം എന്നാണ്. വിഷയം തീർന്നിട്ടേ ഇല്ല. കേരളം മുഴുവൻ വസ്തുത മനസ്സിലാക്കും. ഇപ്പോഴത്തെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. ഇനി വിഷയം ചർച്ച ചെയ്യും. ഒരു ഇരുമ്പലൊക്കെ മാത്രം മുണങ്ങി നടക്കരുത്. അന്തല്ലാത്തവർക്ക് എന്തു പറയും? അതൊക്കെ പിന്നെ ചില ആളുകൾ പണ്ട് കിതാബ് ഓതിയ കാലത്ത് കിതാബ് ഓതി പിന്നെ ഒരു കിതാബ് എടുത്ത് നോക്കിയിട്ടില്ലാത്ത ആളുകൾക്ക് എന്തു പറഞ്ഞൂടെ? ദിവസം പഠിക്കുന്നവർക്ക് കാര്യങ്ങൾ പലതും മനസ്സിലാവും. അതൊന്നുമല്ല, മറ്റുണ്ട്, അപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട് മനസ്സിലാവും. 25 കൊല്ലം മുമ്പ് പഠിച്ച ഹദീസ് അങ്ങനെ തന്നെ വിളമ്പുക. ഓർക്കിന് പറഞ്ഞിട്ട് കാര്യമില്ല. അതും അതിൻ്റെ അപ്പുറം കണ്ടോലാണ് ഇപ്പം പറയുന്നത്, അതിനെതിര് പറയുന്നത്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞിട്ടില്ല. ഞാൻ തൽക്കാലം വെച്ചാണ്. വീണ്ടും വളരെ വലിയ ചർച്ചകൾ വരും. ഒന്ന് ഒതുങ്ങുന്നതാണ്. എന്തുകൊണ്ട് ഇതിന് നമുക്കൊരു നഷ്ടമില്ല? സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഈ നൂറ്റാണ്ടിൽ വരാനുണ്ട്.
ഈ നൂറ്റാണ്ടിൽ മുസ്ലിമീങ്ങൾക്ക് ഈ ചർച്ചയിൽ നേട്ടമുണ്ടോ? ഉറപ്പ്. ഞാനീ കൊണ്ടുവരുന്ന ചർച്ചയിൽ ഈ നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മൾ കുറേ ചീത്ത കേൾക്കും, അതിൻ്റെ പ്രശ്നമില്ല. അല്ലാഹു തആല നമ്മൾക്ക് നല്ല ബോധം തരട്ടെ. നമുക്ക് വിഷയങ്ങൾ പറയുമ്പോൾ നല്ലപോലെ മനസ്സിലാക്കണം, ചിന്തിക്കണം. ഒരു പാഠം പഠിക്കുക എന്ന് പറഞ്ഞാൽ പഴയ തന്നെ നമ്മൾ പാടുകയാണെങ്കിൽ പഠിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ പഠിക്കണം? ഒരു വെള്ളം വെക്കുക, വെള്ളം പറയുക, കുറെ കുറിപ്പാത്തിന് വാങ്ങിയാൽ ആൾ പ്രസംഗിക്കുക. ഞാനൊരു കുറിപ്പാത്ത് വാങ്ങി പ്രസംഗിക്കില്ല. ചിന്തിക്കുക, വളരെ ചിന്തിക്കണം. ഇതൊന്നും തമാശ പറയല്ല, തമാശ പറയല്ല. ഞാൻ കഴിഞ്ഞ കൊല്ലം ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഈ കൊണ്ടോട്ടിക്കടുത്തൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. റബ്ബിൻ്റെ സഹായത്താൽ റബീഉൽ അവ്വലിൻ്റെ ആദരവിനെ കുറിച്ചുള്ളൊരു ഗവേഷണം. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ പ്രസംഗം കേൾക്കണം. അതൊരു പുതിയ ഗവേഷണമാണ്, ഒരു പുതിയ ഗവേഷണമാണ്. റബീഉൽ അവ്വൽ ആദരിക്കപ്പെടേണ്ടത് എന്തുകൊണ്ട് എന്നതിന് പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ നിന്ന് വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് ഒരു പ്രഭാഷണം കൊണ്ടോട്ടിക്കടുത്തിട്ട് 3 ദിവസം, എൻ്റെ ഓർമ്മ 2-3 ദിവസം, ഞാൻ 3 ദിവസം ഖുർആനിക ഗവേഷണം പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇപ്പം നമുക്ക് ഇതിലൊക്കെ നമ്മൾ വിചാരിച്ച പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് സൊസൈറ്റി അതിന് പാകപ്പെട്ടിട്ടുണ്ടാവില്ല പലതിലും. അപ്പോൾ ഞാൻ പുതിയ പണ്ഡിത വിദ്യാർത്ഥികൾ അവരോട് ഞാൻ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ പിന്നെ നമുക്കൊരു പരിധിയുണ്ട്. എന്താ നമ്മൾ അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅ അവിടെ ഉള്ളിൽ നിന്ന് ഗവേഷണം നടത്തിയാൽ മതി. അപ്പോൾ ചുരുക്കത്തിൽ ഈ മുഖദ്ദിമ പറഞ്ഞതാണ്, ഈ പ്രഭാഷണങ്ങൾക്കൊക്കെ അതിൻ്റേതായ നേട്ടങ്ങളുണ്ട്, അത് മനസ്സിലാക്കുക തന്നെ വേണം. ബഹുമാനപ്പെട്ട ദീവാനിലെ 54-ാമത്തെ പേജ് എവിടുന്ന ഇതുവരെ വെച്ച് നിന്നു? شغفت بحب الهاشمي وإنما أقالوا سفيها من سواه يقرر. അതുവരെ പറഞ്ഞിട്ടുണ്ട്, ആദ്യം മുതലിച്ചില്ല. ظفرنا بسرنا قبلنا ليس يحفظ فبحر رسول الله بالسر يلفظ وقد علم الأقوام أني خديمه المتيام شوقا وده الدهر يحفظ شغفت بحب الهاشمي وإنما أقالوا سفيها من سواه يقرر فليس كريم يرتجى غير أحمد وليس مليحا ما سواه فيلفظ وماذا على برهامة ما بحبه كريم جميل الخلق ما قط يغلظ فليس علي اللوم في ذكر وصفه وإن كنت لا أغني فتيلا أقرر فذكري له يكسير كل سعادتي عليه صلاة آخر الدهر تحفظ عليه صلاة الله ثم سلامه بها ارتقي في الحب والمدح أحفظ عليه صلاة الله ثم سلامه لأبقى خديما بالثناء تلفظ عليه مع الآل الكرام وصحبه صلاة وتسليم مدى الدهر تحفظ برق بدا نحو المرابيع يلمع فهبني امرأ ذي مع البرق يدمع لمحتا بوخن ويك هجتا صبابة ورقرا قدم من ساعة الحي تهجع تذكر أيام الصبا وهي قد مضت ولم يبق إلا لوعة وتوجع سقى الله أرضا بالمدينة إنها مع الطور حالهم فيه خرقي يرقع ديار حبيب الله وهو أمينه ديار بها تلف المرافيق أجمع ديار لمن هام الفؤاد بحبه وتذكاره للقلب مرعى ومرتع ديار لأعلى الخلق خلقا وخلقة ديار لمن في الخلق يعطي ويمنع وأكرم بهم نفسا وسهرا ونسبة وعلما وآدابا وأتقى وأخشع فقد كان خير الخلق فخما مفخما وذو هيبة والمشي فيه تقلع ശുഗഫൂത്തു എന്നെ പ്രേമബാധിതനാക്കപ്പെട്ടു.
ബിഹുബ്ബിൽ ഹാഷിമി, ഹാഷിമിയോടുള്ള പ്രേമം കൊണ്ട് ഞാൻ പരിധി വിട്ട പ്രേമത്തിൽ അകപ്പെട്ടു. പരിധി വിട്ടു എന്ന് പറയാൻ പറ്റൂല. സുലാക്ക് പ്രേമിക്കുന്നതിന് പരിധിയില്ല, സുലാനെ പ്രേമിക്കുന്നതിന് പരിധിയില്ല. ഖദ് ശഗഫഹ ഹുബ്ബാ, പ്രേമത്തിന് അതിലിട്ടു. പ്രേമം നടപ്പാക്കല്ലാതെ അവിടെ ഇനി മാനക്കേടില്ല. സുലേഖൊക്കെ മാനക്കേട് ഉണ്ടായില്ലല്ലോ. നാട്ടുകാർ തന്നെ ഇപ്പോൾ ന്യായീകരണം ഉണ്ടാക്കിയത്. സുലേഖ പ്രേമിക്കണം ഇവരെ നാട്ടുകാർ അറിഞ്ഞപ്പോൾ സുലേഖനെ ന്യായീകരണം ഉണ്ടാക്കി. നിങ്ങൾ കണ്ട നിങ്ങളും പ്രേമിച്ചു ആ ജാതി ചെക്കന അല്ലേ, അങ്ങനെയല്ലേ കാട്ടിക്കൊടുത്ത്. അപ്പം ന്യായമായി. എന്നിട്ട് എന്തേ പറഞ്ഞത്? ഞാൻ ഓനെ കീഴ്പ്പെടുത്തന്നെ, ഞാൻ കീഴ്പ്പെടുത്തിയ ഒരു സംഗതി അറിയും. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി യൂസഫിനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫോൺ ചെയ്യും. അക്കാലത്ത് മൊബൈൽ ഉണ്ടെങ്കിൽ ഫോൺ ചെയ്ത് ഇന്നലെ അപ്പം അത് നടന്നു കേട്ടോ, അങ്ങനെയല്ലേ പറയുക. കാരണം അത്രയും അന്ധമായി പോകുക, പ്രേമത്തിൽ അന്ധമാകുക. എന്താണ് എനിക്ക് വന്നത്? മുത്തുനബിയോട് ഹാഷിമി, ഹാഷിമിയോടുള്ള പ്രേമം കൊണ്ട് എനിക്ക് അന്ധത ബാധിച്ചു. അവർക്ക് ഒരു അടിമത്തി ശരിയാണെങ്കിൽ ആ അടിമൻ്റെ വാക്ക് എത്രയാണ്? എന്നെ പ്രേമരോഗിയാക്കപ്പെട്ടു ബിഹുബ്ബിൽ ഹാഷിമി, ഹാഷിമിയോടുള്ള പ്രേമം കൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരാള് ഫൈസൽ രാജാവ് ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ട് എന്താ ചെയ്ത് അങ്ങനെ തവാഫ് ചെയ്ത് വന്നു. ഫൈസൽ രാജാവ് കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് ഈ കവിക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. എത്ര എഴുതിയെടുത്തോളൂ, എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ ആ ചെക്ക് വാങ്ങി. രാജാവ് തന്നല്ലേ വാങ്ങി, പെട്ടിയിലൊന്നും വെച്ചില്ല. കഅബ തവാഫിൻ്റെ കൊട്ടാരത്തിൽ നിന്നുള്ള വണ്ടിക്കാരനോട് എന്നെ മത്താഫിൽ മസ്ജിദുൽ ഹറാമിൽ വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ, കൊട്ടാരത്തിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ കൊണ്ടുപോയാക്കി. അങ്ങനെ തവാഫ് ചെയ്തു. തവാഫ് ചെയ്ത് ഇങ്ങനെ വന്ന് കയറുമ്പോൾ കിതാബ് വെക്കണ കടകൾ കണ്ടു. അപ്പോൾ ഒരു കിതാബ് എടുത്തു, അതിനെത്ര വെച്ചു? 5 റിയാൽ. ആ ചെക്കോടെ കൊടുത്തു 5 റിയാൽ. എത്രയോ ആളുകൾ അതിൻ്റെ പേരിൽ പിന്നെ അവരെ ആക്ഷേപിച്ചു. നമുക്ക് ആഫ്രിക്കയിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഒന്നും പറഞ്ഞത് എന്തേ ഇവർക്കൊന്നിൻ്റെ ആവശ്യമില്ല. അവരപ്പോൾ ആരുണ്ട്? അത് റസൂലുണ്ട്. സെനഗലിൽ പള്ളി ഉണ്ടാക്കുമ്പോൾ പിന്നെ ഫൈസൽ രാജാവ് അറിയിച്ചു പള്ളിൻ്റെ വകയാണ്. വേണ്ട വേണ്ട എൻ്റെ ആവശ്യമില്ല, പൈസ ആയിട്ടുണ്ട്. എന്നിട്ട് സാധുക്കളെ ഞെക്കിപ്പിഴിഞ്ഞു. സാധുക്കൾ പണിയെടുത്താൽ പൈസ പോലെ പേരിൽ നിൽക്കുക കൊണ്ടാണ് പൈസ, കുറച്ച് പൈസ നിൽക്കും വേണം പള്ളി ഉണ്ടാക്കാൻ. ചിന്തിക്കുക. പള്ളി ഉണ്ടാക്കി രാജാവ് രാജാവ് പള്ളി ഉണ്ടാക്കി തരാമോ? വേണ്ടായിരുന്നു. എന്നിട്ട് സാധുക്കൾ കഷ്ടപ്പെട്ട് മര്യാദക്ക് ഭക്ഷണം ഇല്ലാത്ത നാടാണ് സെനഗൽ. ഇപ്പോഴില്ല. അപ്പം അപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? 1970-കളിലൊക്കെ 60-70 അവസ്ഥ. സാധുക്കളെ ഞെക്കിപ്പിഞ്ഞ് കഷ്ടപ്പെടുത്തി പള്ളി ഉണ്ടാക്കി. പള്ളി ഉദ്ഘാടനത്തിന് എന്ത് പറഞ്ഞു? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്തൽ സ്വപ്നത്തിൽ വന്നു. ആ പള്ളിക്ക് വേണ്ടി ആര് ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും അയാൾക്ക് സ്വർഗമുണ്ട് എന്ന് റസൂൽ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ നെക്കിപ്പിഴിഞ്ഞത് എന്ന് പറഞ്ഞു. രാജാവ് കൊണ്ടുകൊണ്ടല്ല, നിങ്ങൾ കൊണ്ടുകൊണ്ടാണ്. ഈ പള്ളിക്ക് ആര് സഹകരിച്ചിട്ടുണ്ടെങ്കിലും അള്ളാന്റെ ഹബീബിൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സ്വപ്നം ഞാൻ കുട്ടിയാട്ടോ. അവർക്കൊന്നും സ്വപ്നമല്ല കാര്യം, അവർ നേരിട്ട് യക്കളത്തിൽ നിർത്താൻ റസൂലിനെ കാണും. അള്ളാഹുവിൻ്റെ ഹബീബ് പുണ്യ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് പള്ളി ഉദ്ഘാടനത്തിന് ആ രഹസ്യം വെളിവാക്കണം. ഈ പള്ളിയിൽ ആര് സഹകരിച്ചാലും അവന് സ്വർഗ്ഗമുണ്ടെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് രാജാവ് കൊണ്ടുകൊണ്ടല്ല, നിങ്ങൾ കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ ഭാഗ്യക്കാർ സദസ്സ് പൊട്ടി കരഞ്ഞു. അവരെ ഉസ്താദിനെ പറ്റി എന്താ വിചാരിച്ച്? ഉസ്താദ് രാജാവ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇടങ്ങേറാക്കണം. മനസ്സിലായില്ലേ? ചിന്തിക്ക് തിരിയും. ഒരു കാരണമല്ലാതെ അങ്ങനെ ചെയ്യൂല, ഒരു കാരണമല്ലാതെ അങ്ങനെ ചെയ്യൂല. അതിനുള്ള കറാമത്ത് അള്ളാന്റെ ഔലിയാക്കന്മാര് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് അവിടെ വാക്കിനെ വില.
ബിലാൽ അൽബാപ്പ തൻ്റെ ഖാദിമിനോട് ഒരുത്തൻ്റെ സസ്യമുള്ള ഒരുത്തനോട് പറഞ്ഞു, കടപ്പുറത്ത് പോയി നോക്ക്, അവിടെ നല്ല വരിക്കച്ചക്ക, പൊഴുത്ത വരിക്കച്ചക്ക വരുന്നുണ്ട്, അത് കൊണ്ടുവരും, തിന്നാലോ. ചെന്ന് നോക്കുമ്പോൾ ചത്ത് വീർത്തിട്ട് കുറുക്കൻ്റെ, മനസ്സിലായില്ല, കുറുക്കൻ്റെ ജഡം ചത്ത് വീർത്ത കുറുക്കൻ്റെ ജഡാണ് അടിഞ്ഞിട്ടുള്ളത്, വരിക്കച്ചക്കയല്ല. അപ്പം എന്ത് വിചാരിച്ചു, എന്താവില്ല പാപ്പ, ഇത് നമ്മളത് നാറിയിട്ട് വയ്യ. അപ്പം പറഞ്ഞു, അവലി പാപ്പ വരിക്കച്ചക്ക എവിടെ ചോദിച്ചു, അത് കുറുക്കൻ്റെ ജഡാണ്, മണത്തിട്ട് അടക്കാൻ വയ്യ. എന്നവിടെ കുത്തുന്നു, വേറെ തന്നെ പറഞ്ഞയച്ചു. വേറെ തന്നെ എന്നപ്പോൾ ഓനെ നിന്നപ്പോൾ നാറ്റത്തോട് സഹിക്കാൻ വയ്യ, ഈ ചാർത്തിട്ട് നാറ്റത്തോട് സഹിക്കാൻ വയ്യ. ഓൻ അതിൻ്റെ അടുത്തേക്ക് തന്നെ പോയില്ല, കടപ്പുറത്ത് പോയി എന്നാണ്ട് പറഞ്ഞു കുറുക്കനാണ്. മൂന്നാമത്തെ എത്തണം ഓൻ പോയി. പിന്നെ നമ്മളും ഈ ചാർക്കണ കുറുക്കൻ്റെ ജഡം തന്നെയാണ്. അപ്പോൾ ഓൻ എന്ത് ചെയ്തു, ഇത് 2 വട്ടം ആൾ കണ്ടിട്ടും ഇന്നെ പറഞ്ഞേക്കണമെങ്കിൽ എന്തോ ഇതിലേക്ക് മുത്തുണ്ടാവും. കുറുക്കൻ്റെ ജഡം എടുത്ത് തോളിലേറ്റി കുറുക്കനോട് പറഞ്ഞു, ഇജ് കുറുക്കൻ്റെ ജഡം തന്നെയാണ്, പക്ഷെ എന്നോടിത് പറഞ്ഞ മനുഷ്യൻ ചെറിയ ആളല്ല, ആ ആൾ നാവിന് അസറുള്ള ആളാണ്, അതുകൊണ്ട് ഞാനിജ് കുറുക്കനാണെങ്കിൽ കൊണ്ടുവന്നു. ഇതേത് കിതാബിലാന്ന് എന്നോട് ചോദിക്കരുത്, ബാബ ഒരു കിതാബിലൊന്നും ഇല്ലല്ലോ. ഇത് കാബിർ അൻ കാബിർ ഇങ്ങനെ കയറി വന്ന ഒരു കഥയാണ്. കളവ് പറയാൻ സാധ്യതയില്ലാത്ത നാവിൽ നിന്നാണ് ഞാനിത് കേട്ടത്. അങ്ങനെ അയാൾ ഏറ്റിക്കൊണ്ടേ മജ്‌ലിസിൽ വെച്ച് നോക്കുമ്പോൾ നല്ല 1-ാം നമ്പർ വരിക്കച്ചക്ക. അപ്പോൾ മറ്റവരോട് പറഞ്ഞു, കണ്ടതല്ല നോക്കേണ്ടത്, പറഞ്ഞു നോക്കണം. ഇജ്ജ് കണ്ടതല്ല നോക്കേണ്ടത്, എന്നോട് ഞാനാ പറഞ്ഞു. മനസ്സിലായില്ലേ? മൂന്നാമത്തെ ആൾക്കത് ഉറപ്പാണ്. എന്ത് സത്യത്തിൽ തന്നെ കുറുക്കൻ തന്നെ. അയാളെ കാഴ്ചയിൽ അത് കുറുക്കനാണ്, പക്ഷെ എന്നോട് പറഞ്ഞത് അത്രയും വലിയ ആളാണ്. അപ്പൊ ഞാൻ ഇജ്ജ് കുറുക്കനാണെങ്കിൽ കൊണ്ടുപോകും, ആളിച്ച് കുറുക്കൻ തന്നെ ഞാൻ കൊണ്ടുപോകും. മജ്‌ലിസിൽ കൊണ്ടുവന്ന് വെച്ച് നോക്കുമ്പോൾ 1-ാം നമ്പർ പൊഴുത്ത വരിക്കച്ചക്ക. അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ മാറ്റാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് കഴിയും. അതിനാൽ ആ തസറുഫാത്ത് അങ്ങനെ. എനിക്ക് ആൺകുട്ടി ഉണ്ടാവണമെന്ന് പറഞ്ഞു സയ്യിദിനോട്, ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ പഴയ കാലത്ത് കേട്ട ചരിത്രങ്ങളിൽപ്പെട്ടതാണ്. നോക്കിയാൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ കുട്ടി പ്രസവിച്ചു, പെൺകുട്ടി. തങ്ങളോട് പറഞ്ഞു, തങ്ങളെ പെൺകുട്ടിയാണ്. അത് ശരിക്കും നോക്കിയിട്ടുണ്ടാവില്ല, ഇത് ശരിക്കും നോക്കിയിട്ടുണ്ടാവില്ല. ചെന്നിട്ട് ഒന്നും മുണ്ട് പൊക്കി നോക്കി കയറും. പ്രസവം കഴിഞ്ഞ് കുളിപ്പിച്ച് കിടത്തിയിരുന്നത് ഒന്നും കൂടി തുണി മാറ്റി നോക്കുമ്പോൾ ആൺകുട്ടിയാണ്. അവൻ നേരത്തെ കണ്ടതോ? അതെ, അതിനല്ലേ കറാമത്ത് അറിയാം. കറാമത്ത് അറിയാൻ എന്താ? നടക്കണ കാര്യം നടക്കില്ല. എന്ത് കറാമത്ത? ഖവാരിഖുൽ ആദാത്തല്ലേ, നടക്കാത്ത കാര്യം നടക്കലല്ലേ കറാമത്ത്? മനസ്സിലായില്ലേ? നടക്കുന്ന കാര്യം നടക്കലിന് കറാമത്ത് അറിയില്ലല്ലോ. നടക്കാത്ത കാര്യം നടക്കണ്ടേ, അതല്ലേ കറാമത്ത്. അപ്പം വാക്കിൻ്റെ അവിടെ എന്ത്, അവിടെ അതാണ് അവർക്ക്, ആ വാക്കിനാണ് അവിടെ വില. അള്ളാഹിൻ്റെ ആരിഫ്യങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അതെന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അതിന് ഒന്നും പ്രയാസം ഉണ്ടാവില്ല. അവർ അള്ളാഹിൻ്റെ ആളുകളാണ്, അവരല്ലാഹുവിന് വേണ്ടി ജീവിക്കണവരെ. അപ്പം അവർക്കൊരു പ്രയാസമുണ്ട്, അവർക്ക് ഒരു ചെക്കൊരു കഷ്ടമാണ്. ആ നേരം വരുമ്പോൾ പിടിച്ച് നടക്കേണ്ടതാണ്. നമ്മളെ കയ്യിലാണ് കിട്ടിയെങ്കിൽ നമ്മളത് കോടിക്കണക്കിന് എഴുതിയെടുക്കും. അവർക്ക് ആ കടലാസ്, ആ ചെക്കിൻ്റെ കടലാസ് അവർക്ക് ഭാര. ഇനിയിപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം. 5 റിയാൽ എഴുതി കൊടുത്തു. കാരണം അവർക്ക് ആരാവശ്യമില്ല, ഒരു രാജാവിൻ്റെ പൈസ ആവശ്യമില്ല. അവർക്ക് ആരുണ്ട്? അല്ലാഹു റസൂലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇയാൾ മരിക്കുന്നത് 975. ഇയാൾ മരിക്കുന്നത് 975. ഹാഷിമിയോട് അതിരറ്റ പ്രേമം. തീർച്ചയായും ഞാൻ ഭാവിക്കുന്നത് സഫിയൻ വിഡ്ഢിയാണെന്നാണ്. ആരെ? മൻ സിവാമൻ, ഒരാളെ, സിവാഹു അയാൾ, നബി അല്ലാത്ത ആളെ യുഖല്ലിലു പ്രശംസിക്കുന്നുണ്ടെങ്കിൽ, നബി അല്ലാത്ത ഒരാൾ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ അയാൾ വിഡ്ഢിയാണെന്നാണ് എൻ്റെ ധാരണ. വൈന്നമാ അഖാലു,
ഞാൻ വിചാരിക്കുന്നത് സഫിയായിട്ടാണ്. ആരമ്മൻ ഒരാളെ സിവാഹു, അയാൾ നബി അല്ലാത്ത ആളെ യുക്കരീൽ പ്രശംസിക്കുന്നുണ്ട്. അപ്പൊ നബി അല്ലാത്ത ഒരാളെ പ്രശംസിക്കുകയാണെങ്കിൽ ഓൻ ആരായിരിക്കും? വിഡ്ഢിയാണോ? വിഡ്ഢി, പമ്പര വിഡ്ഢി. ആരാ ഇവിടെ പ്രശംസിക്കാൻ പറ്റും? നബി അല്ലാത്ത നബിനെ തന്നെ പ്രശംസിച്ച് തീർന്നിട്ടില്ല. ലോകാവസാനം വരെ നമുക്ക് പ്രശംസിച്ചാലും തീരാത്ത ഒരാൾ നമുക്കുണ്ട്. അതാരാ? മുഹമ്മദ് മുസ്തഫ. ആ ആളെ നമ്മളെ തലയിലേ അല്ല. എന്ത് പ്രേമല്ല? പ്രേമുണ്ടെങ്കിൽ അവര് എന്റെ ഉള്ളിൽ ലൈല പ്രേമിക്കണം. ലൈല അങ്ങനെ ലൈലിനെ പ്രേമിച്ചോ ലൈലിനെ പറ്റി പറയണം. ലൈല പോകുകയാണെങ്കിലും ഓനും ലൈലിനെ പ്രേമിച്ച ഒരാളും വേറൊരാളും കൂടി ഊട്ടി പോവുകയാണെങ്കിലും ഊട്ടിന്ന് അറിയില്ല. ഊട്ടിയിലെത്തിയാലും ലൈലിൻ്റെ വർത്താനം. ഊട്ടിയിലെ ഫ്ലവർ ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈലൻ്റെ മുടിക്കെട്ടിൽ കണ്ട ലൈലിൻ്റെ പൂവിൻ്റെ വലുപ്പത്തിലാണ് ഇവിടെ പറയുക. ഇത് ദുനിയാവിലുള്ള എല്ലാ ഫ്ലവറും കൊണ്ടുവന്നിട്ടുള്ള ഫ്ലവർ ഷോ നടക്കുമ്പോഴും ലൈലൻ്റെ മുടിക്കെട്ടിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം അങ്ങനെ ഒരു പൂവ് കണ്ടിരുന്നു, ഇതിനേക്കാൾ ചുരുക്കുണ്ടായിരുന്നു എന്നാണ് ഓൻ പറയുക. എന്തുകൊണ്ട്? ഓൻ ഫ്ലവർ ഷോ പ്രേമിക്കുന്ന ആളല്ല, ലൈലിനെ പ്രേമിക്കണം. നമ്മൾ ഈ ദുനിയാവിലെ വിഡ്ഢികളെ ഈ മുതലാളിമാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും പ്രശംസിക്കാനുള്ള കാരണം എന്താ? മൂല്യന്മാർക്ക് അടക്കപ്പം അതാ പണി. പണ്ട് മൂല്യന്മാരൊന്നും അതിലുണ്ടാവില്ലേ. അപ്പോൾ മൂല്യന്മാരടക്കം ഈ ദുനിയാവിൻ്റെ ഈ വിഡ്ഢികളെ പ്രശംസിച്ച് നടക്കാനുള്ള കാരണം എന്താ? കൽബിൽ ആരില്ല? റസൂലുള്ളാഹി. റസൂലുള്ളാഹി ഉണ്ടെങ്കിൽ റസൂലുള്ളാഹിനെ പറയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ റസൂലിനെ പറയുള്ളൂ.